ആട്, അഞ്ചാം പാതിര എന്ന കിടിലം ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ എടുത്ത സംവിധായകനാണ് മിഥുൻ മേനൽ തോമസ്. അഞ്ചാം പാതിരയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയുടെ എബ്രഹാം ഓസ്ലർ. ചിത്രത്തിൽ നായകനായിട്ട് വന്നിരിക്കുന്നത് ജയറാമേട്ടനാണ്. ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലറിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2 മിനിറ്റും 9 സെക്കൻഡ്സുമാണ് ട്രെയിലറിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ട്രെയിലർ കണ്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ട്രെയിലർ ഒരു രക്ഷയുമില്ല. കിടില ത്രില്ലിങ്ങും ട്വിസ്റ്റിങ്ങും ആ ഡാർക്ക് ഷെയ്ഡ് ആയാലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലെ നായകൻ എന്ന് പറയുന്നത് ജയറാമേട്ടനാണ്. ജയറാമേട്ടൻ ഈ സിനിമയിൽ ജീവിച്ചാണ് കാണിച്ചിരുന്നത് ഈ ട്രെയിലർ കണ്ടപ്പോൾ. കാരണം അത്ര മികച്ച അഭിനയം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമ പോസിറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ കിടിലൊരു നല്ല ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ വർഷം തൂക്കുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം മിഥുൻ മേനൽ തോമസ് എന്ന് പറയുന്ന അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഡയറക്ടറാണ്. കാരണം വെച്ചാൽ അദ്ദേഹം അങ്ങനെ വളിപ്പിരി കേസൊന്നും എടുപ്പിക്കില്ല. നല്ല വൃത്തി നീറ്റായിട്ട് ഒരു സിനിമ എടുക്കുകയുള്ളൂ. കാരണം എവിടെയൊക്കെ ഒരു പ്രേക്ഷകനെ പിടിച്ചിരുത്താം എന്ന് ഉള്ള പൾസ് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അല്പം പ്രതീക്ഷ ഈ സിനിമയ്ക്ക് വയ്ക്കുക. കാരണം ഇതിൽ ഗസ്റ്റ് റോളായിട്ട് മമ്മൂട്ടി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതിന് സിനിമ ഇറങ്ങിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനുവരി 11-നാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എത്ര പേര് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ട്രെയിലർ ഗംഭീര സാധനം തന്നെയാണ്. ജയറാമേട്ടൻ അവതരിപ്പിച്ചിരുന്ന ആ ക്യാരക്ടർ ഒരു ഇൻസോമീന പേഷ്യൻറ്റും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് എങ്ങനെയാണ് ഈ കൊടൂരമായിട്ടുള്ള വില്ലനെ നേരിടാൻ പോകുന്ന കഥയൊക്കെ ആയിരിക്കും സിനിമയുടെ മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ടെസ്റ്റ് കാണും. എന്തായാലും മിഥുൻ മേനൽ തോമസിലെ എടുക്കുന്നത് എങ്ങനെയായാലും സിനിമ കിടിലായിട്ട് വരുമെന്ന് ഞാൻ പറയാം. ഔട്ട്പുട്ടൊക്കെ ട്രെയിലറൊക്കെ മികച്ച സാധനം. കാരണം ഓരോ ഷോർട്സും എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കിടിലായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 വർഷത്തെ ഗ്യാപ്പ് എടുത്താണ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അതാണ് ഈ ഓസ്ലറുടെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ജയറാമേട്ടൻ്റെ കംബാക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ സിദ്ദിഖേട്ടൻ്റെ കഥ പറച്ചില്ല എല്ലാം കിടിലായിരിക്കും. ഒരു ഡെഡ് മാൻ വാക്കിംഗ് എല്ലാം കൊണ്ട് മികച്ചിരിക്കുന്നു. കാരണം വെച്ചാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നിരിക്കുന്നു. കാരണം വെച്ചാൽ മലയാളത്തിൽ ഈ ഇടക്കാലത്ത് ഇത്രയും പ്രതീക്ഷ കൊടുക്കാത്ത ഒരു സിനിമയായിരിക്കും. നല്ല പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എനിക്ക് എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ജനുവരി 11 വരെ കാത്തിരിക്കുക. സിനിമ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് തിയേറ്ററിൽ ചെന്ന് കാണാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള ട്രെയിലറിനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.